ഒരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ അതൊരു കുറവായിട്ട് ചിത്രീകരിക്കുക. ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരാളോട് ഒരു ആകർഷണം തോന്നുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. ഒരു ടൈമിന്റെ ഗ്രോത്തിന്റെ ഒരു ഒബ്ജക്റ്റീവ് തന്നെയാണ്. ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴേക്കും മൊത്തം പ്രണയബന്ധങ്ങളാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസ്ക് അതിലെ അധാർമികത എന്ന റിസ്ക് ആണ്. എന്ന് വെച്ചാൽ അതൊരു ലൈഫ് ലോങ് ഗിൽറ്റ് ആയിട്ട് മാറും. പ്രായം നോക്കത്തില്ല, മതം നോക്കത്തില്ല, സാമ്പത്തികം നോക്കത്തില്ല, വിദ്യാഭ്യാസം ഇതൊന്നും നോക്കാതെ കയറി അങ്ങ് പ്രണയിക്കും. ഒരു ഫാമിലി, മാരേജ്, അങ്ങനത്തെ സീരിയസ് ചിന്ത പോലും അവിടെ വരുന്നില്ല. ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, വൺ നൈറ്റ് സ്റ്റാൻഡ്, പക്ഷെ ജസ്റ്റ് ആ ഒരു ടൈം പാസിന് വേണ്ടി. ഐ തിങ്ക് ദാറ്റ്സ് ദ വേർഡ്. ഒത്തിരി പേർക്ക് കല്യാണം വേണ്ട, കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് വേണ്ട. ഈ ആറ്റിറ്റ്യൂഡ് വന്നത് അതിൽ വലിയൊരു പങ്ക് നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ടോ എന്നും കൂടെ നമ്മൾ ചോദിക്കണം. ഇതുപോലെ 6ഉം 7ഉം ഡിവോഴ്സ് മാനസികമായി കഴിഞ്ഞു കഴിയുമ്പം അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവരും മനസ്സിലാക്കുകയാണ് അത് ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇതിന് വഹിക്കുന്ന പങ്ക്. നമ്മൾ നേരത്തെ സീരീസിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു പാട്ടുകൾ റൊമാൻറ്റിസൈസ് ചെയ്യുന്ന, വളരെയധികം റൊമാൻറ്റിക് ഫീലിങ്സ് ഉണർത്തുന്ന പാട്ടുകളാണ് ഇപ്പോൾ പലതും. അതോടൊപ്പം തന്നെയാണ് നമ്മളിപ്പോൾ ഇറങ്ങുന്ന ഫിലിംസ് ആയാലും അങ്ങനത്തെ പല കാര്യങ്ങളായാലും സോഷ്യൽ മീഡിയ എല്ലാം ഒരു ലവ് സ്റ്റോറി മോഡൽ, നമ്മുടെ റൊമാൻറ്റിക് ഫീലിങ്സിന് അപ്പീൽ ചെയ്യുന്ന മോഡലാണ് ഇത് കാണുന്നത്. അപ്പം നമ്മുടെ കുട്ടികളൊക്കെ ഒരുപാട് ഇതിനോട് എക്സ്പോസ്ഡ് ആകുമ്പോൾ അതും നമ്മളുടെ ഈ തെറ്റായിട്ടുള്ള രീതിയിലേക്ക് റിലേഷൻഷിപ്സിലേക്ക് പുഷ് ചെയ്യാൻ അതും ഒരു റീസൺ ആണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഇപ്പം കൊറിയൻ ഡ്രാമ അതുപോലത്തെ ഷോർട്ട് സംഭവങ്ങൾ, എന്താണ് റൊമാൻസ് എന്നുള്ളതിൻ്റെ ആ പരിപാവനതയെ പ്രൊജക്റ്റ് ചെയ്യാതെ ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് എന്നുള്ള ഇതിലേക്കും, ഇല്ലെങ്കിൽ ഈ മൂവീസിനെ കുറിച്ച് പറയുമ്പോൾ ഉദാഹരണത്തിന് വെസ്റ്റേൺ മൂവീസ് പ്രത്യേകിച്ചും, രണ്ടുപേരും കല്യാണം കഴിച്ചവരായിരിക്കും, ഏതോ ഒരു സമയത്ത് രണ്ടുപേരും കണ്ടു, സ്പാർക്ക് ചെയ്തു, അടുത്തത് ഫിസിക്കൽ റിലേഷൻഷിപ്പാണ്. എന്താണ് സ്നേഹം എന്ന് വെച്ചാൽ ഫിസിക്കൽ റിലേഷൻഷിപ്പാണ് സ്നേഹം. ഇതാണ് ഇംഗ്ലീഷ് മൂവീസ് പലതും പ്രൊജക്റ്റ് ചെയ്യുന്ന ധാർമ്മികത. അത് കല്യാണം കഴിച്ചവരെ കുറിച്ചായി പറയുന്നത്, കഴിച്ചവരും കഴിക്കാത്തവരെല്ലാം ഒരുപോലെ. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് എക്സ്പോസ്ഡ് ആവുന്ന ഒരാൾക്ക് ഓപ്പോസിറ്റ് സെക്സുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് കിട്ടുന്ന കാഴ്ചപ്പാട് തന്നെ വികലമാണ് എന്ന് നമ്മൾ പറയേണ്ടത്. അപ്പം അത് നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന റോങ് ആയിട്ടുള്ളൊരു മോഡലിംഗ്, അത് ഒരു ചലഞ്ച് തന്നെയാണ്. അതും ഒരു മേജർ ആസ്പെക്റ്റാണ്. അതുപോലത്തെ ഒരു അഡിക്ഷൻസ്, ഇപ്പം നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ ഇപ്പോൾ പാട്ടുകളിലെ വരികളിലൂടെ പറയുന്ന ധാർമ്മികതയെ ചലഞ്ച് ചെയ്യുന്ന വാക്കുകൾ, അതൊരു പ്രശ്നമാണ്. പിന്നെ ഈ പറയുന്ന നമ്മൾ യൂട്യൂബിലൊക്കെ കാണാറുള്ള ഷോർട്ട് മൂവീസും ഇതുപോലത്തെ കുറേ, അത് കൊടുക്കുന്ന മെസ്സേജിനൊരു തകരാറുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. പക്ഷേ ഞാനിത് പറയാൻ കാര്യം, ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ കണ്ടുവരുന്ന ഈ സോങ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ഈ പാട്ടൊക്കെ ഇട്ടിട്ട് അവരാഗ്രഹിക്കുന്ന ആളുമായിട്ടൊക്കെ ഈ സോങ് ലിറിക്സൊക്കെ ആയിട്ട് ഇമാജിൻ ചെയ്ത് പോകുന്നതൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ മാത്രം ഇമാജിനേഷനിലേക്ക് ലീഡ് ചെയ്യുന്ന തരത്തിൽ ഇതിൻ്റെ ഒരു ബാഡ് സൈഡ് കാണുന്നുണ്ടോ? ഒരു വിധത്തിൽ ഇപ്പം ഒരു പ്രായത്തിൽ പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്ക് ഇച്ചിരി കൂടുതലും ഭാവന ഭയങ്കര, അത് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കപ്പാസിറ്റിയാണ്. അപ്പോൾ അതിനെ കംപ്ലീറ്റ് തടയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ലായിരിക്കാം. ഭാവനകൾ തീർച്ചയായിട്ടും വരും. പക്ഷേ ഇപ്പം കുറച്ച് നാൾ മുമ്പ് നാട്ടിലെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു പയ്യനുമായിട്ട് ഒരു അവിഹിത ബന്ധത്തിന് പിടിക്കപ്പെട്ട ഒരു കൊച്ചിനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നപ്പം ഈ പാരൻസ് രണ്ടുപേരും എന്നോട് പറഞ്ഞത്, സാറേ ഞങ്ങൾക്ക് ഇതിന് പരിഹാരം വേണം, പക്ഷെ അതിനേക്കാളും ആദ്യം ഞങ്ങൾക്ക് വേണ്ടിയത് ഞങ്ങളുടെ ഭാഗത്ത് എന്ത് പാളിച്ചയെ പറ്റിയെന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. എന്ന് വെച്ചാൽ അതെന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? അപ്പോൾ ഈ അപ്പനും അമ്മയും പറയുന്നത്, ഞങ്ങളുടെ ഫാമിലി ലൈഫിൽ എന്തെങ്കിലും ഒരു പാളിച്ച ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ബെസ്റ്റ് മാതൃകയായിട്ടാണ് ഈ കൊച്ചിൻ്റെ മുമ്പ് ഞങ്ങൾ ജീവിച്ചിട്ടുള്ളൂ. അമ്മ പിന്നെ കരഞ്ഞുകൊണ്ട് പറയുന്നത്, വെളുപ്പിന് 3 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ ഉണർന്ന് എഴുന്നേറ്റ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയാറുണ്ട്. എന്നിട്ടും എൻ്റെ കൊച്ചിങ്ങനെ പോയെങ്കിൽ എന്താണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ സംസാരിക്കാം. അതെല്ലാം കഴിഞ്ഞ് ഈ കൊച്ചിനോട് ഞാൻ തന്നെ സംസാരിച്ച് മുന്നോട്ട് പോയി. ഇതിൻ്റെ ഒരു റീസൺ കണ്ടെത്താൻ ഒരു ഒബ്ജക്റ്റീവ് വെച്ച് സംസാരിച്ചപ്പോൾ ഈ കൊച്ചനോട് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ മെൻഷൻ ചെയ്തത്. ഈ കൊച്ചു പറഞ്ഞു, സാറേ +2 കഴിഞ്ഞു,
അടുത്തൊരു കോഴ്സിന് പോകാൻ സമയം കൂടുതലുണ്ട്. അപ്പം ഈ സമയത്ത് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ആ അഡ്മിഷൻ കിട്ടുന്നത് വരെയുള്ള ഈ ഗ്യാപ്പ് എൻജോയ് ചെയ്യും. കാരണം അതുപോലെ ഞാൻ പഠിക്കുന്ന ആളാണ്. നന്നായി എനിക്ക് നല്ല മാർക്കും കിട്ടും, നന്നായി പഠിക്കും, നന്നായി എഴുതിയിട്ടുമുണ്ട്, ഫുൾ A+ കിട്ടുമെന്നുള്ളത് എനിക്കൊരു സംശയമില്ല. പക്ഷേ ഈ സമയം ഞാനങ്ങ് റിലാക്സ് ചെയ്തു. റിലാക്സ് ചെയ്തത് എങ്ങനെയാണ്? ഒന്ന്, റൊമാൻറ്റിക് മ്യൂസിക് കംപ്ലീറ്റ് ഇങ്ങോട്ട് ഡൗൺലോഡ് ചെയ്ത് ചെവി കൂടി ഇത് തന്നെ കേട്ടോണ്ടിരുന്നു. 2, ഹൊറർ മൂവീസ്. അപ്പോൾ ഹൊറർ മൂവി അതിൻ്റെ ഇതുമായിട്ടുള്ള കണക്ഷൻ എന്നാന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഹൊറർ മൂവി എന്ന് പറഞ്ഞാൽ പിശാചിനെ കാണിക്കൽ മാത്രമല്ല, ഈ ലൈംഗിക വൈകൃതങ്ങളെ പച്ചയ്ക്ക് കാണിക്കുന്ന മൂവിയാണ് ഹൊറർ മൂവീസ്. അത് തച്ചിനിരുന്ന് ഡൗൺലോഡ് ചെയ്ത് തന്നെ കാണാൻ തുടങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ 2 ചെവി കൂടെ എൻ്റെ 2 കണ്ണിലൂടെ എൻ്റെ ബ്രെയിനിലേക്ക് കഴിഞ്ഞ 2 മാസം ഞാൻ 24 hours ഫില്ല് ചെയ്തുകൊണ്ടിരുന്ന ഇതായിരുന്നു. ഇതിങ്ങനെ നിൽക്കുമ്പം എൻ്റെ ഭാവനയിൽ മുഴുവനും എനിക്കൊരു ഇമാജിനേറ്ററി ലവറുണ്ട്. അതാണ് ആ റൊമാൻറ്റിസൈസ് ചെയ്തപ്പോഴെല്ലാം. അപ്പോൾ ആ സമയത്താണ് ഇവൻ പ്രപ്പോസ് ചെയ്തു വന്നത്. എനിക്ക് നോ പറയാൻ പറ്റിയില്ല, കാരണം അതുപോലെ ഞാനങ്ങ് ആവേശം കൊണ്ടിരിക്കുകയായിരുന്നു. അവനിങ്ങോട്ട് കയറി വന്നത് പിന്നെ ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു പോക്കായി. എനിക്ക് പെട്ടെന്ന് തന്നെ അവനുമായിട്ടുള്ള നേരിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകണമെന്ന് ഞാനാണ് ഇനീഷ്യേറ്റീവ് എടുത്തത്. കാരണം എൻ്റെ മനസ്സിനെയും എൻ്റെ ചിന്തകളെയും എൻ്റെ കാഴ്ചപ്പാടിനെയും അത്രയും ഞാൻ ടോക്സിഫൈ ചെയ്തു പോയി സാർ. ഈ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. അപ്പം നമ്മൾ ഈ നിസ്സാരമെന്ന് വിചാരിക്കുന്ന സോങ്സും മൂവീസും നമ്മൾ എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രൈം എക്സാമ്പിളാണ് പാസ്റ്റർ ഇപ്പോൾ ഷെയർ ചെയ്ത ഒരു എക്സ്പീരിയൻസ്. പക്ഷെ ഇപ്പം നമ്മൾ റിലേഷൻഷിപ്സിൻ്റെ കാര്യം പറഞ്ഞു തന്നെ. അപ്പോൾ ഈ റിലേഷൻഷിപ്സിൽ തന്നെ ഇങ്ങനെ തെറ്റായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തെറ്റായിട്ടുള്ള പല റിലേഷൻഷിപ്സിലാവുന്നവരുണ്ട്. അപ്പോൾ അതിൽ നിന്നും അവർക്ക് പുറത്തു വരാൻ ആഗ്രഹമുണ്ടായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ കറക്റ്റ് സ്റ്റെപ്സ് അറിയാത്ത കുട്ടികളൊക്കെയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് തെറ്റാണെന്ന് എങ്ങനെ മനസ്സിലാക്കാം, ആൻഡ് അത് തെറ്റാണെങ്കിൽ അതിൽ നിന്നും പുറത്തു വരാൻ നമ്മൾ ചെയ്യേണ്ടത്. കാരണം പലപ്പോഴും പല കുട്ടികളും പുറത്തു വരാൻ മടിക്കുന്ന പല റീസൺസൊക്കെ കാണും. അടുത്തയാൾ നമ്മൾ വഞ്ചിക്കുന്നത് പോലെ ഗിൽട്ട് ഫീൽ ചെയ്യുന്നവരൊക്കെ കാണും. എങ്കിലും അതിൽ നിന്നും ഇപ്പോൾ ഒരു തെറ്റായിട്ടുള്ള റിലേഷൻഷിപ്പിനെ എങ്ങനെ മനസ്സിലാക്കാം, പിന്നെ എങ്ങനെ അതിൽ നിന്നും പുറത്തു വരാം? അതിൽ അഗൈൻ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ ഇടയ്ക്ക് ഒരു ആത്മഹത്യാ പ്രവണതയായിട്ടും ഈ ഡ്രഗിലേക്ക് പോയി അങ്ങനെയൊക്കെ വലിയ പ്രശ്നത്തിലായ ഒരു ചെറുക്കനെ കൊണ്ടുവന്നു. അവൻ എൻജിനീയറിങ് സ്റ്റുഡൻ്റാണ്, നന്നായി പഠിച്ചുകൊണ്ടിരുന്ന പയ്യനാണ്. അപ്പോൾ ഇവൻ സബ്ജക്റ്റുകളെല്ലാം തോക്കുന്നു, കഞ്ചാവ് അടിക്കുന്നു, ആത്മഹത്യാ പ്രവണത. അതിൻ്റെയൊക്കെ കാരണം ബ്രേക്കപ്പാണ്. അപ്പോൾ ഈ ബ്രേക്കപ്പിൻ്റെ റീസണെ കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇവൻ്റെ പ്രശ്നം ഈ പ്രണയിക്കുന്ന പെൺകൊച്ചിനോട് ഇവന് സദാസമയം സംസാരിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ അവളൊരു ഇച്ചിരിയൊക്കെ ജീവിതം കരുപ്പിടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അവളൊരു പാവപ്പെട്ട വീട്ടിലെ കൊച്ചാണ്. അവൾ എന്തെങ്കിലും നല്ല രീതിയിൽ വന്നാലേ ആ വീട് രക്ഷപ്പെടത്തുള്ളൂ. അപ്പോൾ അവളൊരു ഇച്ചിരി സീരിയസ് ആയിട്ട് ലൈഫിനെ കാണുന്നയാളാണ്. അപ്പോൾ ആദ്യമൊക്കെ ഇവള് നിന്നു കൊടുക്കും, സംസാരിക്കും സ്ഥിരമായിട്ട്. പിന്നെ അവൾക്ക് തോന്നിയിട്ട് ഇത് ഭയങ്കര നമുക്ക് വേറെ ഒന്നിനും സമയമില്ലല്ലോ. പതുക്കെ ഇവള് പുറകോട്ട് വലിഞ്ഞു. അപ്പം ഇവന് ഭയങ്കര ഫ്രസ്ട്രേഷനായി. അപ്പോൾ ഇവള് നേരെ കുറച്ച് കഥകളൊക്കെ ഉണ്ടാക്കി കംപ്ലീറ്റ് ആയിട്ട് ഇവനിൽ നിന്ന് അങ്ങ് മാറി. അപ്പോൾ അവൾക്കിത് തെറ്റാണെന്ന് തോന്നിയത് എന്തുകൊണ്ട്? അവൾക്ക് മനസ്സിലായി ഇവളുടെ ടൈം മുഴുവനും ഡ്രെയിൻ ചെയ്യുകയാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് നമുക്കിത് തെറ്റായൊരു ബന്ധമാണെന്ന് മനസ്സിലാവുന്നത്. രണ്ടാമത്തെ കാര്യം, നല്ല പ്രാർത്ഥനാ ജീവിതം, ആത്മീയത ഉണ്ടായിരുന്നവർ ഈ പ്രണയബന്ധത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ വാക്കുകൊണ്ടും ടെക്സ്റ്റ് കൊണ്ട്, അതിന് സെക്സ്റ്റിംഗ് എന്ന് വിളിക്കുന്ന പ്രശ്നം കൊണ്ടും അല്ലാത്ത ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉൾപ്പെടെയുള്ള അധാർമികത കയറി വന്നുകൊണ്ട് അവരുടെ ആത്മീയത താഴെ പോയി. മൂന്നാമത്, നിങ്ങളുടെ പ്രണയം നിങ്ങളുടെ അക്കാഡമിക്സിന് എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? നന്നായി പഠിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ കോൺസെൻട്രേഷൻ ഇല്ല, ശ്രദ്ധയില്ല. പഠിക്കാതിരിക്കുമ്പോൾ മനസ്സിലേക്ക് മറ്റേ ചിന്തകൾ, പുള്ളിക്കാരത്തിയായിട്ടുള്ള ചിന്തകൾ കയറി വരുന്നു. അടുത്തത്, നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇത് നാളെ നിങ്ങളുടെ മാതാപിതാക്കൾ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? അവരിതിനെ അംഗീകരിക്കുമോ? ഡെഫിനറ്റ്ലി അവർ അംഗീകരിക്കില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ അന്ന് നിങ്ങൾ എങ്ങനെയായിരിക്കും ഇതിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്? അപ്പനെ അമ്മയും വിട്ട് നിങ്ങൾ രജിസ്റ്റർ മാരേജ് ചെയ്യും, ഞങ്ങൾക്ക് 18 കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിറങ്ങി തിരിക്കുമോ? അപ്പോൾ ചിലർ പറയും, പിന്നെ തീർച്ചയായിട്ടും അത് ഞങ്ങൾ ധീരമായിട്ട്
അങ്ങനെ ധീരമായി തീരുമാനിച്ചവർക്കെല്ലാം ഒന്നും ധീരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയ ചരിത്രവും ഇല്ല. ഞാനിതൊക്കെ പറയുമ്പം കൗൺസിലിംഗ് ഫീൽഡിലുള്ള ആളായതുകൊണ്ട് ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക്, ഒരുപക്ഷെ പ്രിൻസിപ്പിൾസ് മറന്നാലും സ്റ്റോറീസ് മറക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ചില ഇൻസിഡൻസ് പറയുന്നത്. ഒരു പെങ്കൊച്ചിനെയും കൊണ്ട് അപ്പൻ വന്നു ഈ ഇടയ്ക്ക്. ഇതുപോലെ തന്നെ അപ്പനെയും അമ്മയും അവരുടെ കണ്ണുനീരിനെയും കരച്ചിലിനെയും പുറംകാലം കൊണ്ട് ചവിട്ടിക്കളഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കൊച്ചായവള്. സാമാന്യം നല്ല വീട്ടിൽ ജനിച്ചു വളർന്നവളാണ്. അപ്പോൾ ഒരു സാമ്പത്തിക നിവൃത്തി ഇല്ലാത്തൊരു ചെറുക്കൻ, അവൻ കാണിച്ച സ്നേഹത്തിൽ ഇവള് വീണുപോയെന്ന് ഇവള് പറഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടുപോയി. ഇവർ തമ്മിൽ രജിസ്റ്റർ മാരേജ് ഒന്നും കഴിഞ്ഞില്ല, എന്നാൽ അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിൻ്റെ 2ാമത്തെ ആഴ്ച ഇവൻ്റെ അമ്മ ഇവളോട് പറഞ്ഞു, എൻ്റെ കൊച്ചിനെ കയ്യും കാലും കാണിച്ച് കയറി വന്നേക്കും, നീ എന്താണ് ഇങ്ങോട്ട് കൊണ്ടുവന്നേ, നിനക്ക് വെച്ച് വിളമ്പി ഉരുട്ടി തരുന്നുണ്ടല്ലോ ഞാൻ, അങ്ങനെ എന്താണൊക്കെ പറഞ്ഞു. ഇവൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറം. കാരണം ഇവളെ വീട്ടിൽ ഇന്നവരെ വഴക്ക് പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ അപ്പനും അമ്മയും ചവിട്ടി തേച്ച് അവൾക്ക് പോരാനുള്ളൊരു, അവൾക്കായിരുന്നു അവിടെ വീട്ടിൽ അപ്പർ ഹാൻഡ്. അവൾ പറയുന്ന പോലെ ഉണ്ടായിരുന്നുള്ളൂ പാരൻസ്. അപ്പോൾ ഇവക്ക് പ്രശ്നമായി. ഇവള് ഭർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെയൊന്നും അല്ലല്ലോ, എന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്നപ്പോൾ എനിക്ക് കുറേ പ്രോമിസ് തന്നായിരുന്നല്ലോ, നമുക്ക് മാറണം. ഇവിടെ പറഞ്ഞു എന്നെ മാറിയേക്കാം. അങ്ങനെ ചെന്നൊരു വാടക എടുത്ത് 2 പേരും കൂടെ താമസം തുടങ്ങി. പക്ഷേ ജോലി വേണ്ടേ, വരുമാനം വേണ്ടേ, ഇവന് വിദ്യാഭ്യാസവും ഇല്ല, ഇവന് പണവും ഒന്നുമില്ല. അവസാനം ഇവൻ പെയിൻറ്റ് പണിക്ക് ഇറങ്ങി. പെയിൻ്റ് അടിച്ചാൽ ഒരു ദിവസം എത്ര രൂപ കിട്ടും? 1000 രൂപ കിട്ടുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അവിടുത്തെ പാത്രം മേടിക്കണം, അവിടെ അരി മേടിക്കണം, എല്ലാം മേടിക്കണം. ഇതിന് കാശ് തികയുന്നില്ല. അപ്പോൾ സ്ട്രെസ്സായി ഇവൻ കുടി തുടങ്ങി. ഇവളൊട്ടും പ്രതീക്ഷിച്ചില്ല. കുടിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവന് കുറച്ച് കൂട്ടുകാരെ കിട്ടി. അപ്പോൾ ഇവൾ എന്നോട് പറഞ്ഞത്, കൂട്ടുകാരുടെ പണി ഇവനെ കുടിപ്പിക്കും, മൂക്കറ്റം കുടിപ്പിച്ച് ഇവനെ എടുത്തോണ്ട് വീട്ടിൽ വരും. എന്നിട്ട് ഈ കൂട്ടുകാർ വീട്ടിലിരുന്നുകൊണ്ട് പതുക്കെ പതുക്കെ ഇവളെ നോട്ടം ഇടാൻ തുടങ്ങി. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഇവക്ക് മനസ്സിലായി ഇവരെന്നെ പീഡിപ്പിക്കും, റേപ്പ് ചെയ്യും. അങ്ങനെ ഒരു ദിവസം വല്ലാത്ത നിരാശയിൽ ഇവൾ രാത്രി 2 മണിക്ക് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുക. എന്നിട്ട് ഇവൾ വിചാരിച്ചു, എന്നാലും അപ്പൻ്റെ മുഖം പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു, ഞാൻ അപ്പനെ വിളിക്കാം. അപ്പോൾ ഫോൺ എടുക്കുവാണെങ്കിൽ ഓക്കെ, ഇവിടെ വരാൻ പറയും, എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ പറയും. ഫോൺ എടുത്തില്ലെങ്കിൽ നാളെ എൻ്റെ ഡെഡ് ബോഡി. 2 മണിക്ക് വിളിച്ച് അപ്പം ഫോൺ എടുത്തു. അപ്പോൾ എന്നാ പറ്റി മോളേന്ന് ചോദിച്ചത് ഇവിടെ ഒറ്റ കരച്ചിലായിരുന്നു. അപ്പം പറഞ്ഞു, ഞാൻ വരണോ, എവിടെ വരണം, ഇന്ന ജംഗ്ഷനിൽ വരാൻ പറഞ്ഞു. ഇവളിറങ്ങി. അപ്പൻ വന്ന് ഇവളെ കൂട്ടിക്കൊണ്ട് വന്നു. ഒരു ദിവസം വീട്ടിൽ താമസിപ്പിച്ചു. പിറ്റേ ദിവസം എൻ്റെ അടുത്ത് കൊണ്ടുവന്നാ. അപ്പോൾ ഈ കൊച്ചിനോട് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ആ പ്രണയം ശരിയായൊരു തീരുമാനമായിരുന്നില്ല അല്ലേ? അപ്പോൾ അവളെന്നോട്, എൻ്റെ സാറേ, പ്രണയത്തിലൊരു സുഖമുണ്ടായിരുന്നു, കാരണം അതൊരു റിയാലിറ്റി അല്ലായിരുന്നു. ഇതും റിയാലിറ്റിയും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള പക്വത എനിക്കില്ലാതെ പോയി. എനിക്ക് 24 വയസ്സുണ്ടെങ്കിലും എനിക്കില്ലാതെ പോയൊരു കാര്യം അതാണ്. അപ്പം ഞാൻ പറയും, എപ്പോഴാണ് ഈ പ്രണയബന്ധത്തിൻ്റെ റിസ്ക് എന്ന് ചോദിച്ചാൽ, ഇതുപോലെ യാഥാർത്ഥ്യത്തെയും ഈ ഭാവനാലോകത്തെയും, അതുകൊണ്ടാണ് ഈ ഇൻഫാച്ചുവേഷൻ എന്ന് പറഞ്ഞ പദത്തിൻ്റെ ഒരു ഇംഗ്ലീഷിലുള്ള ഒരു ഡെഫിനേഷൻ ഫൂളിഷ് ലവ് എന്നാണ്. ഫൂളിഷ് ലവ് ഒരു ഡിക്ഷണറി ഡെഫിനേഷൻ അങ്ങനെയാണ് കിടക്കുന്നത്. കാരണം അത് 2 തവണ ചിന്തിച്ചിട്ടെടുക്കുന്ന ലവ് അല്ല. അപ്പം മറ്റൊന്നത്, അപ്പം നിങ്ങളെ ഇത് എങ്ങനെയൊക്കെ ടോക്സിക് ആയിട്ട് ബാധിക്കുന്നു എന്ന് ഒരു ഇൻവെൻ്ററി എടുക്കുക എന്നുള്ളത് ഒരു പ്രധാനം. കാരണം ഇല്ലെങ്കിൽ ആർക്കാണ് ഈ പ്രണയം, ഇപ്പം ആദ്യം പറഞ്ഞ പോലെ, ഞാൻ ഇത്ര എൻ്റെ ജീവിതം കൊടുത്തു, എൻ്റെ സ്നേഹം കൊടുത്തു, എൻ്റെ മനസ്സ് കൊടുത്തു, എൻ്റെ ശരീരം കൊടുത്തു, ഇനി ഞാൻ എങ്ങനെയാണ് പുറകോട്ട് മാറുന്നത്? അതിന് ഞാൻ സാധാരണ പറയാറുള്ളത്, ഞാനൊരു ബസ്സിൽ കയറി, തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തിന് പോകാൻ ബസ്സിൽ കയറിയതാണ്. കണ്ടക്ടർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഒരു കോട്ടയം. കണ്ടക്ടർ എന്നോട് ചേട്ടാ എവിടെ നോക്കിയായി ബസ്സിൽ കയറി, ഇത് കന്യാകുമാരിക്ക് പോകുന്ന ബസ്സാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ആൾക്കാരെന്തോ വിചാരിക്കും, കയറിപ്പോയില്ലേ എന്നും പറഞ്ഞ് എന്നാൽ ഒരു കന്യാകുമാരി തന്നേന്ന് പറഞ്ഞാൽ അത്രയും പൊട്ടനാണ് ഞാൻ എന്ത് ചെയ്യും? അയ്യോ വണ്ടി നിർത്ത്, ആളിറങ്ങണം. എത്ര അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയാൽ എൻ്റെ സമയം ലാഭം, പണം ലാഭം, ഒത്തിരി ലാഭമുണ്ട്. അപ്പം നിങ്ങൾ തെറ്റായ വണ്ടിയിലാണ് കയറിയെന്നുള്ളത് ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കണ്ട, ചാടി ഇറങ്ങുക, അത്രേ ഉള്ളൂ. ചാടി ഇറങ്ങുക ഈസി അല്ലെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഇമോഷണൽ കാര്യമാണ്. നിങ്ങൾ ഈ പ്രണയം ധീരമായി വേണ്ടെന്ന് വെച്ചാൽ ഒരു 3 മാസം നിങ്ങൾ ട്രോമയിലൂടെ പോകും മിനിമം. അത് ചിലപ്പോൾ 6 മാസം വരെ പോയേക്കാം. അപ്പോൾ ഈ പ്രണയത്തിൽ നിന്ന് പുറത്തിറങ്ങി കഴിയുമ്പോൾ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു തീരുമാനം, ഞാനിനി ഒരിക്കലും കല്യാണമേ കഴിക്കത്തില്ല. ഫൈൻ, തർക്കിക്കാൻ വരുന്നില്ല. ആദ്യം അങ്ങനെയൊക്കെയാണ്. ഇച്ചിരി കൂടെ കഴിഞ്ഞ് മനസ്സിനെ തിരിച്ച് പിടിച്ച് കഴിയുമ്പോഴേ ഇതൊക്കെ ശരിയായ രീതിയിൽ ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ പ്രണയത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ആ വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അത് ടെക്സ്റ്റ് വഴിയോ
നേരിട്ട് ഫോൺ വിളിച്ചോ കാര്യകാരണ സഹിതം പറയുക ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഒരു പെങ്കൊച്ച അത് പറയുന്നെങ്കിൽ ചിലപ്പോൾ ചെറുക്കൻ പറയും അങ്ങനെ അങ്ങ് ഇട്ടേച്ച് പോകാൻ വരട്ടെ. അന്ന് നമ്മൾ ഇന്നടത്ത് പോയപ്പം ഇങ്ങനെ വൾഗർ രീതിയിൽ സെൽഫി എടുത്തില്ലേ, എന്നിട്ട് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, ഞാനത് ഗൂഗിൾ ഡ്രൈവിൽ ഇട്ടിട്ടുണ്ട്, ഫേസ്ബുക്കിൽ ഇടട്ടെ ഞാൻ. ഇത് കേൾക്കുമ്പോഴേക്കും അയ്യോ ഞാൻ ചുമ്മാ തമാശ പറഞ്ഞു, അയ്യോ ഞാനൊന്നും അല്ല. ആ പെങ്കൊച്ചിന് ധൈര്യമായിട്ട് പറയാൻ പറ്റും, നീ ആണാണെങ്കിൽ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അത് നീ ഫേസ്ബുക്കിലിട്. അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ രാജ്യത്തിൻ്റെ 18 വയസ്സ് തികയാത്ത കൊച്ചാണെങ്കിൽ പോക്സോ കേസിൽ അവൻ അറസ്റ്റ് ആവും. 18 വയസ്സ് കഴിഞ്ഞ കൊച്ചാണെങ്കിൽ ഫീമെയിൽ ഹരാസ്മെന്റ് എന്ന് പറഞ്ഞ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ക്ലോസാണ് ഇന്ത്യൻ പീനൽ കോഡിൽ, ന്യായ സംഹിതയിൽ. അങ്ങനത്തെ ബ്ലാക്ക് മെയിലിങ്ങും ഓവർകം ചെയ്യാൻ നമുക്ക് ലീഗലി പറ്റും. അതിന് നമുക്കൊരു ആർജവത്വം വേണം. ഓക്കെ, ഒരു ചെറുക്കനാണ് ഒരു പെങ്കൊച്ചിനോട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഇന്ന കാരണങ്ങളെ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പെങ്കൊച്ചി ചിലപ്പം അവള് കരഞ്ഞ ആത്മഹത്യ ഭീഷണി മുഴക്കി വല്ലാത്ത ഇതായിരിക്കും. അപ്പം ഇവൻ പറയണം നീ അങ്ങനെ ആത്മഹത്യ ചെയ്യരുത്, ഇതിലെ കാരണം ഇന്നതാണ് എന്ന് പറഞ്ഞേച്ചാൽ അടുത്ത ഒരു കൗൺസിലിംഗ് സപ്പോർട്ടിലേക്ക് ആളെ വിടുക എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ എന്തു പറ്റും, ശരിയായിട്ടല്ല ചേരുമ്പടി അല്ലാത്ത ഇതിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവനും ഇതുപോലെ ആയിരിക്കും, ട്രോമയായിരിക്കും. ഇതാവുമ്പോൾ ഒരു 5 മാസം 6 മാസത്തിൻ്റെ ട്രോമ കഴിഞ്ഞ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് പുറത്ത് വരാം. പക്ഷേ കൗൺസിൽ സപ്പോർട്ട് വേണ്ടി വരും പലർക്കും. കാരണം ചിലർ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഒക്കെ കഴിഞ്ഞ് ഇതിൽ നിന്ന് പുറത്ത് വന്നു കഴിയുമ്പോൾ പിന്നെ എനിക്കിഞ്ഞ് ഭാവിയിൽ ഒരു കല്യാണം പറ്റത്തില്ല എന്നൊക്കെ തീരുമാനിക്കുന്നവർക്ക് കൺഫെഷൻ, ഗിൽറ്റിനെ അതിജീവിക്കൽ, ദൈവസന്നിധിയിൽ റെസ്റ്റോർ ചെയ്യപ്പെടൽ, അതൊക്കെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തീർച്ചയായിട്ടും ചിലപ്പോൾ ആവശ്യം വന്നേക്കാം.